ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ജീവനൊടുക്കിയ സംഭവത്തിൽ മാസങ്ങൾക്ക് മുമ്പ് ഷൈനിയും കുടുംബശ്രീ പ്രസിഡന്റും തമ്മിൽ നടത്തിയ സംഭാഷണമാണ് പുറത്തുവന്നത്. കരിങ്കുന്നത്തെ കുടുംബശ്രീ വായ്പ തിരിച്ചടയ്ക്കാൻ വഴിയില്ലെന്നും വിവാഹമോചന കേസിൽ തീരുമാനമായ ശേഷമേ നോബി പണം തരൂ എന്നും ഷൈനി പറയുന്നു. ഷൈനി 2 മാസം കഴിഞ്ഞാൽ ഷൈനി ലോൺ അടക്കില്ലേ? നോബി വരാൻ എന്തെങ്കിലും നടക്കുമോ ചോദിച്ചാൽ നോബിയുടെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കേസ് നടക്കുമല്ലോ, അത് കഴിയുമ്പോൾ തരാന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ? ലോണിന് എത്ര നാളെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതിനടുത്ത് അടയ്ക്കണം, ഇതിനടുത്ത് അടയ്ക്കാനും പറ്റത്തില്ല, പൈസയൊക്കെ തീർന്നില്ലേ? സ്വന്തം ആവശ്യത്തിന് എടുത്ത വായ്പയല്ലെന്നും ഷൈനി പറയുന്നുണ്ട്. വായ്പയെക്കുറിച്ച് അറിയില്ലെന്ന് നോബിയുടെ അമ്മ പറഞ്ഞെന്ന് കുടുംബശ്രീ പ്രസിഡന്റ് മറുപടിയും നൽകി. നിങ്ങളെ മമ്മിയോട് ചോദിച്ചിട്ട് മമ്മിക്ക് അവിടെ ഒന്നും ആവശ്യത്തിനല്ല എടുത്തേക്കണത്, ഷൈനിയുടെ അച്ഛന് വേണ്ടിയിട്ട് എടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തെന്നാ അവര് പറഞ്ഞത് ഞങ്ങളോട്. അവർക്ക് വേണ്ടിയിട്ടൊന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്നാ ചെയ്യും? നോബി എന്നോ തന്നെ ഒരു പിടുത്തമില്ല. ഇപ്പതേക്ക് ഒരു നോട്ടീസ് ഇവരോട്ട് തിരിച്ചു വിട്ടവര്. ഇനി അടുത്ത മാസം 14-ാം തീയതി ഒരെണ്ണം വിട്ടേക്കുന്നത്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് കുടുംബശ്രീ അംഗങ്ങൾ കരിങ്കുന്നം പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മധ്യസ്ഥ വഹിച്ചാണ് വായ്പാ തുക തിരിച്ചടപ്പിച്ചത്. ഷൈനി ഇനി 1,26,000 രൂപ തിരിച്ചടയ്ക്കാനുണ്ടെന്ന് കുടുംബശ്രീ അംഗങ്ങൾ പറയുന്നു. അതേസമയം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം മള്ളുശ്ശേരി സെന്റ് തോമസ് ഇടവക സമൂഹത്തിന്റെ നേതൃത്വത്തിൽ അനുശോചനവും പ്രതിഷേധവും സംഘടിപ്പിച്ചു. സി മലയാളം ന്യൂസ്, കോട്ടയം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.